ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും 4ാം ക്ലാസ്സിലെ EVS വർക്ക്ഷീറ്റിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോയിൽ പ്രവർത്തനങ്ങളായിട്ടല്ല തന്നിരിക്കുന്നത്, PDF വർക്കാണ് തന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ചെയ്താലോ? കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ചെടികളുടെ 2 തരം ശിരാവിന്യാസത്തെക്കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഏതൊക്കെയാണവ? അവ ഏതൊക്കെയാണ്? ജാലികാ ശിരാവിന്യാസവും സമാന്തര ശിരാവിന്യാസവും. 2 തരത്തിലുള്ള വേരുപടലങ്ങളോ? തായ് വേരുപടലം, നാരുവേരുപടലം. തായ് വേരുപടലമുള്ള മരത്തിന്റെ ഇലകൾ ജാലികാ ശിരാവിന്യാസമായിരിക്കും. അതുപോലെ നാരുവേരുപടലമുള്ള ചെടികളുടേതോ സമാന്തര ശിരാവിന്യാസവുമായിരിക്കും. Friends, in the previous class we learned about 2 types of venation leaves. Which are they? Reticulate venation and parallel venation. Which are the 2 types of root systems? Taproot system and fibrous root system. We know that taproot system ഉള്ള പ്ലാന്റ്സിന് റെറ്റിക്കുലേറ്റ് വെനേഷനും ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ള പ്ലാന്റ്സിന് പാരലൽ വെനേഷനും ആയിരിക്കും എന്ന് നമുക്കറിയാം അല്ലേ? അടുത്ത പ്രവർത്തനം പട്ടിക പൂർത്തിയാക്കുവാനാണ്. സസ്യത്തിന്റെ പേര്, വേരുപടലം, ശിരാവിന്യാസം. നമുക്കറിയാം തായ് വേരുപടലമായിരിക്കുമെങ്കിൽ ജാലികാ ശിരാവിന്യാസമായിരിക്കും, നാരുവേരുപടലമാണെങ്കിൽ സമാന്തര ശിരാവിന്യാസവുമായിരിക്കും. ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു പട്ടിക നമ്മൾ പൂർത്തിയാക്കുന്നത്. മാവ് തായ് വേരുപടലമായിരിക്കും, ശിരാവിന്യാസം ജാലികാ ശിരാവിന്യാസമായിരിക്കും. മുള നാരുവേര്, സമാന്തര ശിരാവിന്യാസം. തെങ്ങ് നാരുവേര്, സമാന്തര ശിരാവിന്യാസം. പ്ലാവ് തായ്വേര്, ജാലികാ ശിരാവിന്യാസം. ചെമ്പരത്തി തായ്വേര്, ജാലികാ ശിരാവിന്യാസം. പുല്ല് നാരുവേര്, സമാന്തര ശിരാവിന്യാസം. ആല് തായ്വേര്, ജാലിക ശിരാവിന്യാസം. പന നാരുവേര്, സമാന്തര ശിരാവിന്യാസം. കവുങ്ങ് നാരുവേര്, സമാന്തര ശിരാവിന്യാസം. Let's complete the table. Name of plant, root system, venation. മാംഗോ ട്രീ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും. ടാപ്പ് റൂട്ട് ആയതുകൊണ്ട് തന്നെ റെറ്റിക്കുലേറ്റ് വെനേഷൻ ആയിരിക്കും. ബാംബു ഫൈബ്രസ് റൂട്ട്, പാരലൽ വെനേഷൻ. കോക്കനട്ട് ട്രീ ഫൈബ്രസ് റൂട്ട്, പാരലൽ വെനേഷൻ. ജാക്ക് ട്രീ ടാപ്പ് റൂട്ട് സിസ്റ്റം, റെറ്റിക്കുലേറ്റ് വെനേഷൻ. അരേക്ക നട്ട് ട്രീ ഫൈബ്രസ് റൂട്ട്, പാരലൽ വെനേഷൻ. ഗ്രാസ് ഫൈബ്രസ് റൂട്ട്, പാരലൽ വെനേഷൻ. ബനിയൻ ട്രീ ടാപ്പ് റൂട്ട്, റെറ്റിക്കുലേറ്റ് വെനേഷൻ. പാം ഫൈബ്രസ് റൂട്ട്, പാരലൽ വെനേഷൻ. റോസ് പ്ലാന്റ് ടാപ്പ് റൂട്ട്, റെറ്റിക്കുലേറ്റ് വെനേഷൻ. ഈ ഒരു പട്ടിക കൂട്ടുകാർ നോട്ട് പുസ്തകത്തിൽ വരച്ച് എഴുതണം. അതിന് താഴെയായിട്ട് തായ് വേരുപടലം ഉള്ള സസ്യങ്ങൾക്ക് ജാലികാ ശിരാവിന്യാസമായിരിക്കും, നാരുവേരുപടലം ഉള്ള സസ്യങ്ങൾക്ക് സമാന്തര ശിരാവിന്യാസമായിരിക്കും ഉള്ളത് എന്ന് ഒരു ബോക്സിലാക്കിയിട്ട് എഴുതുക. ഇലകൾ കണ്ടാൽ വേരിന്റെ പ്രത്യേകതയും വേരുകൾ കണ്ടാൽ ഇലയുടെ പ്രത്യേകതകളും ഇനി പറയാൻ കഴിയുമല്ലോ കൂട്ടുകാരെ. നിങ്ങൾ എല്ലാവരും നോട്ട് പുസ്തകത്തിൽ ആ ഒരു ടേബിൾ വരച്ചിട്ടുണ്ടാവുമല്ലോ. ചെക്ക് ഔട്ട് ദ ടേബിൾ. വാട്ട് ഫീച്ചേഴ്സ് ക്യാൻ യു ഫൈൻഡ്? എന്ത് ഫീച്ചേഴ്സാണ് നിങ്ങൾ കണ്ടെത്തിയത്? പ്ലാന്റ്സ് വിത്ത് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഹാവ് പാരലൽ വെനേഷൻ. പ്ലാന്റ്സ് വിത്ത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഹാവ് റെറ്റിക്കുലേറ്റ് വെനേഷൻ. ആ ടേബിളിന് താഴെ ഈ ഒരു ബോക്സ് വരച്ചിട്ട് ഇതിലുള്ളത് എഴുതുക. അടുത്ത പ്രവർത്തനം വേരുകൾ കണ്ടെത്തി അതിൻ്റെ ശിരാവിന്യാസവും ഇലകൾ കണ്ടെത്തി അതിൻ്റെ വേരുപടലവും എഴുതുവാനാണ്. ആദ്യം കൊടുത്തിരിക്കുന്നത് അതെ നാരുവേരുപടലമാണ്, അതുകൊണ്ട് സമാന്തര ശിരാവിന്യാസമായിരിക്കും. പിന്നീട് തായ് വേരുപടലമാണ് കൊടുത്തിരിക്കുന്നത്, ജാലികാ ശിരാവിന്യാസമായിരിക്കും. പിന്നീട് സമാന്തര ശിരാവിന്യാസമാണ് കൊടുത്തിരിക്കുന്നത്, നാരുവേരുപടലമായിരിക്കും. പിന്നെ ജാലികാ ശിരാവിന്യാസവുമായി ബന്ധപ്പെട്ട ഒരു ഇലയാണ് കൊടുത്തിരിക്കുന്നത്, തായ് വേരായിരിക്കും. തായ് വേരാണ് കൊടുത്തിരിക്കുന്നത്, ജാലികാ ശിരാവിന്യാസമാണ് എഴുതേണ്ടത്. അതുപോലെ വാഴയുടെ ഇല, അത് നാരുവേര് പടലവുമായി ബന്ധപ്പെട്ടതാണ്, അത് എഴുതുക. മലയാളം മീഡിയംകാർക്ക് കൊടുത്തിട്ടുള്ള അതേ പ്രവർത്തനമല്ല ഇതിൽ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് കൊടുത്തിട്ടുള്ളത്. ഐ ഹാവ് പാരലൽ വെനേഷൻ, സോ വാട്ട് ഈസ് മൈ റൂട്ട് സിസ്റ്റം? ഫൈബ്രസ് റൂട്ട് ആയിരിക്കും. I have taproot system, so what is the venation of my leaves? Reticulate venation. I have reticulate venation, so what is my root system? Taproot. I have fibrous root system, so what is the venation of my leaves? Parallel venation. കൂട്ടുകാരെ, വിത്ത് മുളച്ചാണ് ചെടി ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ.
വിത്ത് മുളയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? എങ്കിൽ നമുക്ക് വിത്ത് മുളപ്പിച്ച് നോക്കിയാലോ? വിത്ത് മുളപ്പിക്കാൻ ആവശ്യമായ സാമഗ്രികൾ: വാവട്ടമുള്ള കുപ്പി, പഞ്ഞി, വെള്ള പേപ്പർ, വിവിധ തരം വിത്തുകൾ. പ്രവർത്തനക്രമം: വാവട്ടമുള്ള കുപ്പിയിൽ വെള്ള പേപ്പർ ഒരു വളയം പോലെ ചുരുട്ടി ഇറക്കി വയ്ക്കുക. പേപ്പർ റോളിനുള്ളിൽ നനഞ്ഞ പഞ്ഞി നിറയ്ക്കുക. വിത്തുകൾ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം കുപ്പിക്കും റോൾ പേപ്പറിനുമിടയിൽ വിതറുക. സൂര്യപ്രകാശം കിട്ടത്തക്ക രീതിയിൽ ജനലിനരികിൽ വയ്ക്കുക. പഞ്ഞി നേരിയ തോതിൽ നനച്ചു കൊടുക്കുക. ഓരോ ദിവസവും വിത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ച് രേഖപ്പെടുത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 1-ാം ദിവസം വിത്ത് മുളയ്ക്കുവാൻ തുടങ്ങി, 2-ാം ദിവസം 1 ഇല വന്നു, 3-ാം ദിവസം 2 ഇലകൾ വന്നു. ഇതുപോലെ നിങ്ങൾ എന്താണ് കാണുന്നത് വിത്ത് മുളയ്ക്കുമ്പോൾ അത് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ സീഡ് ജെമിനേഷൻ: റൗണ്ട് ബോട്ടിൽ, കോട്ടൺ, വൈറ്റ് പേപ്പർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീഡ്സ്. Procedure: roll the white paper like a ring in round bottle. Fill a roll of wet paper or wet cotton between the paper and bottle. After soaking the seeds in water for a few hours, scatter them between the bottle and roll paper. Place it in a sunny place. Moisten the cotton lightly. Monitor and record daily the seed changes for 2 weeks. കൂട്ടുകാരെ, നമ്മളിന്ന് PDF വർക്ക് മുഴുവനായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.